ഓൺസൺ മാഷ്, ജയചന്ദ്രൻ സാറ്, അതുപോലെ തന്നെ ദേവരായ മാഷ്, ഇവർക്ക് മൂന്നുപേർക്കും ഇടയിൽ ഒരു വലിയ കണക്ഷൻ ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ തൃശ്ശൂർ ചേട്ടനൊക്കെ കൂടി ചേട്ടൻ്റെ ഒക്കെ ലീഡർഷിപ്പിൽ തുടങ്ങിയ ഒരു ഓർക്കസ്ട്ര ടീം ഉണ്ടായിരുന്നു, വോയിസ് ഓഫ് തൃശ്ശൂർ എന്ന് പേരായിട്ട്. ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല മികച്ച ഓർക്കസ്ട്ര ടീമായിട്ട് അവരാണ് ഉണ്ടായിരുന്നത്. ചേട്ടൻ മാത്രമല്ല, ഇപ്പോൾ പിന്നീട് ഫേമസ് ആയ ഔസേപ്പച്ചൻ, ശ്രീയാറ്റിലി ഡി കൂഞ്ഞ, അങ്ങനെ ഒരുപാട് ആൾക്കാർ അതേ ക്ലബ്ബിൽ നിന്ന് വന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഇവിടെ സിതാര മ്യൂസിക് ക്ലബ്ബ് പോലെ. അപ്പോൾ ആ സമയത്ത് ജയേട്ടൻ്റെ ഗാനമേളയ്ക്ക് ഇവരാണ് ഓർക്കസ്ട്ര സ്ഥിരം പോയിക്കൊണ്ടിരുന്നത്, തൃശ്ശൂരും പരിസരത്തൊക്കെ. അപ്പോൾ അതിലും മുന്നേ ദേവരാജ മാഷ് ഓർക്കസ്ട്ര കോഴിക്കോട് നിന്നായിരുന്നു. അപ്പോൾ അവർ വേറൊരു ഓർക്കസ്ട്ര അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജയേട്ടനാണ് ഈ വോയിസ് ഓഫ് തൃശ്ശൂരിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം ദേവരാജ മാഷ്. അതിൽ വെച്ച് ചേട്ടനെ പരിചയപ്പെട്ട് അങ്ങനെ കണ്ടപ്പോൾ ചേട്ടനപ്പോൾ BCom ഫൈനൽ ഇയറൊക്കെ പഠിക്കുന്ന സമയം. അത് കഴിഞ്ഞ് ഇനി എന്താ പരിപാടി ഒന്നും തീരുമാനിച്ചില്ല മാഷ്. വീട്ടുകാരെ പറഞ്ഞു ബാങ്കിൽ ജോലി നോക്കണം, അങ്ങനെയൊക്കെയാണ് പ്ലാൻ. ഞാൻ മദ്രാസിലേക്ക് പാടുമോ, അവിടെ ഒന്ന് നോക്കാം അങ്ങനെ പറഞ്ഞിട്ട് ദേവരാജ മാഷ് ശരിക്കും വിളിക്കുകയാണ്. ഈ പറഞ്ഞ വോയിസ് ഓഫ് തൃശ്ശൂർ ക്ലബ്ബിലേക്ക് ഒരു അക്കോർഡിയം വാങ്ങാൻ വേണ്ടിയാണ് ആദ്യം പോകുന്നത്. അപ്പോൾ അത് ദേവരാജ മാഷ് വഴിയായിട്ട് RK ശേഖർ എന്ന് പറഞ്ഞ മാഷിൻ്റെ ആദ്യത്തെ അസിസ്റ്റൻ്റ്, അതായത് AR റഹ്മാൻ്റെ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ ഒരു അക്കോർഡിയൻ വിൽക്കാനുണ്ടെന്ന് പറഞ്ഞാൽ അത് മേടിക്കാനാണ് ചേട്ടൻ ആദ്യം മദ്രാസിലേക്ക് പോകുന്നത്. അവിടെ പോയി നിന്നിട്ട് പിന്നെ അങ്ങനെ അന്ന് അവിടെ നിൽക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കായിരുന്നു. അപ്പോൾ ആദ്യത്തെ വട്ടം 2-3 വട്ടം പോയെന്ന് ചേട്ടന് ഭയങ്കര വിഷമമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടു. വീട്ടുകാരും മാറ്റി നിർത്തിയിട്ട്, പ്രത്യേകിച്ച് അമ്മയോടുള്ള ഇഷ്ടം എല്ലാവർക്കും ഞങ്ങൾക്ക് അങ്ങനെയാണ്. അപ്പനോടും ഇഷ്ടമുണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ എല്ലാവർക്കും അമ്മയോട് കുറച്ചുകൂടി ഒരു ഇതുണ്ടായിരുന്നു, പ്രത്യേകിച്ച് വലിയേട്ടന്. അപ്പോൾ ആളൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, അമ്മയെ വിട്ടു നിൽക്കണോ എന്നുള്ള കാര്യം. ദേവരാജ മാഷ് പറഞ്ഞു, നീ പോയി എൻ്റെ മോനെ, അമ്മയ്ക്ക് അവിടെ ഉണ്ടാവും, നീ എൻ്റെ കൂടെ നിൽക്ക്, അതിന് നിനക്ക് ഗുണമുണ്ടാവും പിന്നീട്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ മാഷ് എനിക്ക് എൻ്റെ പിതൃതുല്യനും ഗുരുതുല്യനുമാണ്. ഗുരുതുല്യൻ എന്ന് പറയാൻ കാരണം വെച്ചാൽ ഞാൻ മാഷിൻ്റെ അടുത്ത് പോയി ഒരു വാദ്യാരുടെ അടുത്ത് പോയി സംഗീതം പഠിക്കുന്ന പോലെ ഒന്നും പോയിട്ടില്ല. പക്ഷേ മാഷിൻ്റെ കൂടെയുള്ള സഹവാസം തന്നെ അതിൽ കൂടുതലായിരുന്നു എന്നെ സംബന്ധിച്ച്. വെസ്റ്റേണിൻ്റെ ബേസിക് മാത്രം അറിയാവുന്ന എനിക്ക് അത് കർണാടക രീതിയിൽ മാഷിൻ്റെ സിറ്റ് ഔട്ടിൽ വെച്ച് ഇത് രണ്ടും ഒന്ന് തന്നെടാ എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചു തന്നത് മുതൽ അതിക്ക് മുമ്പ് ഒരു പരിചയമില്ലാത്ത ഒരു 21കാരൻ പയ്യനെ ധൈര്യമായിട്ട് മദ്രാസിലേക്ക് ഒരു പ്രൊഫഷണൽ രീതിയിൽ കൊണ്ടുപോകാൻ ധൈര്യം കാണിച്ച ആളാണ് മാഷ്. എൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവ് തന്നെ അവിടെ നിന്നാണല്ലോ. പാട്ടുകളുടെ റെക്കോർഡ് നോക്കുകയാണെങ്കിൽ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് നിർത്തുമ്പോഴത്തേക്കും അത് റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ ചിലപ്പം മാഷ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പാട്ട് ചെയ്തിട്ടുള്ളത് വലിയേട്ടനാണ്. ശരിക്കും നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അതായത് ഗുരു എന്നതിലുപരി പിതൃതുല്യമാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം എന്തെങ്കിലും? അതൊരു വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ചേട്ടൻ മാഷ് കൂടെ വർക്ക് ചെയ്യുമ്പോൾ ചേട്ടൻ്റെ പേയ്മെൻറ്റ് ഫുള്ള് മാഷ് കൊടുത്തിരുന്നില്ല. അപ്പോൾ മാഷ് അതിൽ നിന്ന് കുറച്ച് ഫണ്ട് മാറ്റി വെച്ച് ഞങ്ങളുടെ പെങ്ങളുടെ കല്യാണത്തിന് ചേട്ടൻ പോലും അറിയാതെ ഒരു വലിയൊരു എമൗണ്ട് അതിനായിട്ട്. അപ്പോഴാണ് ചേട്ടന് മനസ്സിലായത് മാഷ് എനിക്ക് പൈസ തരാതിരുന്നത് വേറെ ഒന്നിനല്ല, ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു പൈസ മാറ്റി വെക്കുന്നതായിട്ടൊന്നും അറിയില്ല. ഇല്ല. അപ്പം അങ്ങനെ അപ്പം മാഷിന് അത്രയും കുടുംബത്തോടൊരു ബന്ധം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനെ ഒരു ഗുരുശിഷ്യ ബന്ധം അല്ലേ? ചുരുക്കമായിരിക്കും. ചേട്ടൻ്റെ അവസാന കാലഘട്ടത്തിൽ പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ട്. ഇപ്പം എന്താ വേണ്ടതെന്ന് അറിയാവോ, ഞാൻ മാഷിനെ കിട്ടിയ പോലെ, മാഷിനെ എന്നെ കിട്ടിയ പോലെ എനിക്കും ഒരു നല്ലൊരു ശിഷ്യനെ കിട്ടിയായിരുന്നു എങ്കിൽ എന്ന് പറയാറുണ്ടായിരുന്നു. ചാക്കൊണ്ട് എന്നിരുന്നാലും അപ്പം ആ ഒരു ചിന്ത ഉണ്ടായിരുന്നു അവൾക്ക് മനസ്സിൽ.